വിദ്യാർത്ഥികൾക്കായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ചെറുപ്പക്കാരുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള സമരമെന്നും PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. കേൾക്കാം. PC വിഷ്ണുനാഥ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. അങ്ങ് അപ്രതീക്ഷിതമായി ഡൽഹിയിലെത്തുന്നു, അറസ്റ്റ് ഉൾപ്പെടെ വരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പ്രതിഷേധം എങ്ങനെയായിരിക്കും? ഈ വിഷയം, അതായത് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായ പ്രക്ഷോഭം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതേ ഈ ഓരോ സന്ദർഭത്തിലും പാർലമെന്റിലും പുറത്ത് ഈ വിഷയം ഉന്നയിക്കുമായിരുന്നു. കോട്ടയിൽ 10,000 വിദ്യാർത്ഥികളെ അണിനിരത്തി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമര പ്രഖ്യാപനം ഉണ്ടായി. ഉത്തരാഖണ്ഡിലുണ്ടായി. ഇപ്പോൾ 1-ാം തീയതി കേരളത്തിലാണ്. 9-ാം തീയതി ഡൽഹിയിൽ വലിയ മാർച്ച് നേരത്തെ തീരുമാനിച്ചതാണ്, ഒരു മാസം മുമ്പ് ഡിക്ലെയർ ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂടി ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ജെൻസി ഈ പ്രക്ഷോഭത്തിൻ്റെ രാജ്യവ്യാപക മുഖമായിട്ട് മാറുകയാണ്. അതിന് നമ്മുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു തീരുമാനം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വം എടുത്തത്. ആ പാർലമെൻറ്റിനകത്ത് ചർച്ച വേണമെന്നുള്ള ആവശ്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. പാർലമെൻറ്റിൽ ചർച്ചയില്ലെന്ന് പറഞ്ഞവർക്ക് ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നു. പിന്നീടും ആ സമരം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇത് രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ ഭാവിയെ കരുതിയിട്ടുള്ള സമരമാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കാനുള്ള സമരമാണ്. ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. അതിലെല്ലാവരും ഒരുപോലെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സമരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ, പുതിയ തലമുറ, ജെൻസി എത്ര സർഗാത്മകമായിട്ടാണ് ഇവർ ഈ സമരത്തെ കൊണ്ടുപോകുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമരത്തെ എത്രമേത്രം അത് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ സർഗാത്മക സമരത്തിന് മുമ്പിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരുന്നു. ഇത്രയും വർഷമായിട്ട് പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും അപൂർവം. ആ പ്രധാനമന്ത്രി സ്വന്തമായി മൊബൈലിൽ ഒരു ലൈവിലൊക്കെ വരുന്ന ഒരു അസാധാരണ സാഹചര്യമൊക്കെ ഉണ്ടായി. അല്ല, ഗവൺമെൻറ്റിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്, അവരുടെ വീഴ്ചകളെ ബോധ്യപ്പെടുത്തുന്ന സമരമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണെങ്കിലും രാജ്യത്ത് നടക്കുന്നത്. തീർച്ചയായും അതിൻ്റെ സമ്മർദ്ദം ഗവൺമെൻറ് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ സമ്മർദ്ദം അനുഭവിക്കുന്നതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നില്ല. ഇതിൽ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. പരീക്ഷാ സമ്പ്രദായങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കുട്ടികൾക്കെതിരായിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണം. അവർക്കെതിരെ ക്രൂരമായ മർദ്ദനമുറ അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ഡൽഹിയിലെ സമരം തുടരുമെന്നാണ് മന്ത്രി PC വിഷ്ണുനാഥ് പറയുന്നത്. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ A വിജയശങ്കർ.